കഥകളിൽ മാത്രം കേട്ടുപഴകിയ കാവുകളെ പറ്റി മാത്രമേ നമുക്കറിയൂ. സന്ധ്യാനേരങ്ങളിൽ കാവിൽ വിളക്ക് വെക്കുന്നതും സർപ്പം പാട്ട് കേൾക്കുന്നതും ചിലവരുടെ മാത്രം ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ചിത്രങ്ങളാണ്. കാടിനുള്ളിൽ കഥകൾ ഉറങ്ങുന്ന ഇരിങ്ങോൾക്കാവിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ദുർഗാദേവിയെ മാത്രം ആരാധിക്കുന്ന കാടിനുള്ളിലെ ഈ കൊച്ചു ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ നിറഞ്ഞതാണ്. 2740 വർഷത്തിലധികം പഴക്കമുള്ള ഈ കാടിനുമുണ്ടൊരു കഥ പറയാൻ. 50 ഏക്കറിൽ പടർന്നു കിടക്കുന്ന ക്ഷേത്ര പരിസരത്തിൽ 150ൽ പരം ആയുർവേദ സസ്യങ്ങളും വ്യത്യസ്ത തരത്തിലുള്ള മരങ്ങളും വള്ളിപ്പടർപ്പുകളും കൊണ്ട് സുന്ദരമാണ്. ഇരിങ്ങോൽക്കാവ് എന്ന പേരിന് പിന്നാലെ ഐതിഹ്യം ഇപ്രകാരമാണ്. അസുര രാജാവായിരുന്ന കംസൻ ദേവകിയുടെയും വാസുദേവരുടെയും 8ാമത്തെ പുത്രനെ വധിക്കുവാനായി എത്തിയപ്പോൾ കണ്ടത് ഒരു പെൺകുഞ്ഞിനെ ആയിരുന്നു. എന്നിട്ടും തന്റെ തീരുമാനങ്ങളിൽ നിന്നും മാറ്റം വരുത്താതെ അതിനെ കൊല്ലുവാനായി മുകളിലേക്കെറിഞ്ഞു. പെട്ടെന്ന് തന്നെ ആ പെൺകുഞ്ഞ് ആകാശത്തു നിന്നും ഉയർന്ന് ഒരു നക്ഷത്രം പോലെ തിളങ്ങി. ഈശ്വര ചൈതന്യം പതിച്ച ആ സ്ഥലത്ത് ദേവി വസിക്കുവാൻ തുടങ്ങി. ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്തെന്നാൽ പണ്ട് പുണ്യബിന്ദു എന്ന പ്രഗത്ഭനായ മഹർഷി കുടിൽ കെട്ടി പാർത്ത സ്ഥലമാണ് ഇരിങ്ങോൾക്കാവ് എന്നതാണ്. മഹർഷിയുടെ ഈ പർണശാലയിലെ വേദാഭ്യാസം മറഞ്ഞു നിന്ന് കണ്ട ഹനുമാനെ ആളറിയാതെ ആട്ടിയോടിച്ചു. ഹനുമാൻ മഹർഷിയെ പേടിപ്പിക്കുവാനായി കൊമ്പനാനയെയും സിംഹത്തെയും കാവൽ നിർത്തി. ഇത് കണ്ട് രസിക്കുവാനായി ഇലവിന്റെ മുകളിൽ കയറിയിരിക്കുകയും ചെയ്തു. ജ്ഞാനദൃഷ്ടിയിൽ കാര്യം മനസ്സിലാക്കിയ മഹർഷി ഹനുമാന്റെ അഹന്ത കുറയ്ക്കുവാനായി നിനക്ക് നിന്റെ ശക്തിയെക്കുറിച്ച് മറവി ഉണ്ടാകട്ടെ എന്ന് ശപിച്ചു. ശാപവാർത്ത അറിഞ്ഞ വായു ഭഗവാൻ മകനായ ഹനുമാനെ കാട് മുഴുവൻ അന്വേഷിച്ചുവെങ്കിലും കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല. മരങ്ങളുടെ എല്ലാ ചുവടുകളും പിടിച്ചിളക്കി നോക്കിയെങ്കിലും ഒരു മരം മാത്രം ഇളകുന്നുണ്ടായിരുന്നില്ല. ആ മരത്തിലായിരുന്നു ഹനുമാൻ ഒളിച്ചിരുന്നത്. പിന്നീട് വെള്ളിയിലവ് എന്ന പേരിൽ ആ മരം അറിയപ്പെട്ടു. വായു ഭഗവാൻ ഹനുമാനെ വിളിച്ചിറക്കി ശാപവാർത്ത അറിയിച്ചു. എന്നിട്ട് മഹർഷിയെ സാഷ്ടാംഗം പ്രണമിച്ചു. തന്റെ മകന് ശാപമോക്ഷം നൽകണമെന്നും അപേക്ഷിച്ചു. എന്നാൽ തന്റെ വാക്ക് വീണവാക്കാവില്ലെന്ന് പറഞ്ഞ് മഹർഷി ഈ വനത്തിൽ അഹന്തയോടു കൂടി ആരും വസിക്കരുതെന്നും പറഞ്ഞു. അങ്ങനെ അവിടം പുണ്യഭൂമി ആവുകയും അവിടുത്തെ വിഷജന്തുക്കൾ നിരുപദ്രവകാരികളായി മാറുകയും ചെയ്തു. ദേവി വന്നിരുന്ന സ്ഥലം, അതായത് ഇരുന്നവൾ എന്ന വാക്ക് ലോപിച്ചാണ് ഇരിങ്ങോൽക്കാവ് എന്ന പേരുണ്ടായത്. എണ്ണിയാൽ തീരാത്തത്ര മരങ്ങളാണ് ദേവിക്ക് കാവലായി നിൽക്കുന്നത്. ഇവിടെ മരങ്ങളോ ശിഖരങ്ങളോ മുറിക്കുകയോ വീണ മരത്തടികൾ മറ്റാവശ്യങ്ങൾക്കായി ഉപയോഗിക്കുകയോ ചെയ്യാറില്ല. കാടിന്റെ നടുവിലൂടെ പോകുമ്പോൾ ഒരു കുളമുണ്ട്. കടുത്ത വേനലിലും അത് വറ്റാറില്ല. സരസ്വതി, വനദുർഗ, ഭദ്രകാളി എന്നീ 3 ഭാവങ്ങളിലായാണ് ദേവി കുടികൊള്ളുന്നത്. ഭഗവതിക്ക് ഗന്ധം ഇഷ്ടപ്പെടാത്തതുകൊണ്ട് തന്നെ മുല്ലപ്പൂ ചൂടി വരുന്ന സ്ത്രീകളെ ക്ഷേത്രത്തിന്റെ അകത്ത് പ്രവേശിപ്പിക്കാറില്ല. ആദ്യകാലങ്ങളിൽ നാഗഞ്ചേരി മനയുടെ ഉടമസ്ഥതയിലായിരുന്നു കാവും പരിസരവും. പിന്നീട് ഭൂപരിഷ്കൃത നിയമം നിലവിൽ വന്നതോടെ ഭൂമിയും കാവും തിരുവിതാംകൂർ ദേവസ്വത്തിന് സ്വന്തമാവുകയാണ് ചെയ്തത്. കേരളത്തിന്റെ സാംസ്കാരിക മുഖമുദ്രയാണ് കാവുകൾ. കാവുകൾ സംരക്ഷിക്കപ്പെടേണ്ടതും അവിടെ വസിക്കുന്ന ജീവജാലങ്ങൾക്ക് സുരക്ഷ നൽകേണ്ടതും നമ്മുടെ ഉത്തരവാദിത്വമാണ്. മനുഷ്യന്റെ സ്വാർത്ഥ താൽപര്യങ്ങൾക്കായി മരങ്ങളും കാവുകളും ഇല്ലാതാകുന്ന ഈ സാഹചര്യത്തിൽ കാവുകൾ പോലെയുള്ള പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കാൻ ഇനിയെങ്കിലും പുതുതലമുറയ്ക്കാവട്ടെ എന്ന് പ്രതീക്ഷിക്കാം.